Hi students, today we are going to discuss the third module in BSc 4th semester under Mahatma Gandhi University. Module 3 Theory of Numbers. നമുക്ക് നോക്കാം. Basic properties of congruence ആണ് ആദ്യം. Let n be a fixed positive integer. Two integers a and b are said to be congruent modulo n denoted by a congruent b mod n if n divides a minus b. n divides a minus b or a minus b is a multiple of n. Okay. അപ്പോൾ എന്താണ് n ഒരു പോസിറ്റീവ് നമ്പർ ആണ്. എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ആണ്. എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എന്നിൻ്റെ മീനിങ് എ മൈനസ് ബിയെ എൻ ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. എക്സാമ്പിൾ നോക്കാം. 8 കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 3 വിച്ച് ഡിവൈഡ് 8 മൈനസ് 2 ദാറ്റ് ഈസ് 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3 congruent to 17 mod 7 that means 3 minus 17 that is minus 14. 7 divides minus 40. Okay, അടുത്ത 20 congruent 4 mod 8 20 minus 4 16 is a multiple of 8. Okay, given an integer a, let q and r be its quotient and remainder upon division by n. A equal qn plus r. ആറിൻ്റെ വേരിയേഷൻ നോക്കണം. 0 ലെസ് താൻ ഈക്വൽ ടു r ലെസ് താൻ n. ദെൻ a കോൺഗ്രുവൻറ്റ് ടു r മോഡ് n എന്ന് പറയാം. അതായത് നമ്മുടെ ഡിവിഷൻ അൽഗോരിതം ഇല്ലേ, a ഇസിക്കൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നത്, ആ ബിയുടെ അവിടെ n ആണെന്ന് വിചാരിക്കുക. അപ്പോൾ a ഇസിക്കൽ ടു ക്യു എൻ പ്ലസ് ആർ ആണെങ്കിൽ a എന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അല്ലേ 6. അതാണ് പറയുന്നത് a കോൺഗ്രുവൻറ്റ് ടു r മോഡ് n. അപ്പോൾ നോക്കി, എവറി ഇൻറ്റിജർ ഈസ് കോൺഗ്രുവൻറ്റ് മോഡുലോ n ടു എക്സാക്ട്ലി വൺ ഓഫ് ദ വാല്യൂ 0 1 2 3 എക്സെട്ര n മൈനസ് 1. അപ്പോൾ ഒരു ഇൻറ്റിജറിനെ എന്നും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സിൻ്റെ കളക്ഷൻ എന്തോ 0 തൊട്ട് n മൈനസ് 1 വരെ ഉള്ളൂ. ദ സെറ്റ് 0 1 2 3 എക്സെട്ര n മൈനസ് 1 ഈസ് കോൾഡ് ദ സെറ്റ് ഓഫ് ലീസ്റ്റ് നോൺ നെഗറ്റീവ് റെസിഡ്യൂ മോഡുലോ n ഫോർ ആർബിട്രറി ഇൻറ്റിജേഴ്സ് a ആൻഡ് b. ഓക്കെ, തിയറം 1. A congruent B mod n if and only if A and B leave the same non-negative remainder when divided by n. അതിൻ്റെ മീനിങ് A congruent B mod n, അതിൻ്റെ മീനിങ് if and only if എയും ബിയും എന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം സെയിം റിമൈൻഡർ ആയിരിക്കും. നോക്കിക്കേ, ആദ്യം if and only if. അപ്പം let A congruent to B mod n, അതിൻ്റെ മീനിങ് എന്തോ A minus B is a multiple of n, that is A minus B is equal to k for some integer k. അപ്പോൾ എന്താ പറയുക, എ ഇസിക്കൽ ടു ബി പ്ലസ് കെ എൻ. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ റിമൈൻഡർ എന്താ, എന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് ബി. ലെറ്റ് ബി ലീവ്സ് എ റിമൈൻഡർ ആർ വെൻ ഡിവൈഡ് ബൈ എൻ. അങ്ങനെ നമ്മൾ എടുത്തു. അപ്പം ബി എ എനിക്ക് എന്നാ പറയാം, ക്യു എൻ പ്ലസ് ആർ എന്ന് പറയാം. അപ്പോൾ 0 ലെസ് ആണെങ്കിൽ ആർ ലെസ് ആൻ എൻ. ഇനി ഈ ഇക്വേഷനകത്ത് ബിയുടെ അവിടെ ക്യു എൻ പ്ലസ് ആർ കൊടുത്തു. ഇനി ക്യു എന്നും കെ എന്നും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ 6. അപ്പോൾ എ എന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് എന്താ, ബി എ എന്നും കൊണ്ട് ചെയ്യുന്ന റിമൈൻഡർ 6. രണ്ടും സെയിം ആണ്. അപ്പോൾ എന്താ പറയാം, എ ആൻഡ് ബി ഹാവ് ദ സെയിം റിമൈൻഡേഴ്സ്. ഇനി തിരിച്ച് അസ്യൂം ചെയ്യുക. കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് എ ആൻഡ് ബി ലീവ്സ് ദ സെയിം റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ എൻ. അപ്പോൾ ഞാൻ എ ഇസിക്കൽ ടു ക്യൂ 1 എൻ പ്ലസ് ആർ എന്നും ബി ഇസിക്കൽ ടു ക്യൂ 2 എൻ പ്ലസ് ആർ എന്നും എടുത്തു. 0 ലെസ് ആണെങ്കിൽ ആർ ലെസ് ആൻ എൻ. എന്ത് പ്രൂവ് ചെയ്യണ്ടേ, എ കോൺഗ്രുവൻറ്റ് ബി മോഡ് n, അതായത് എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് കാണിച്ചാൽ പോരെ. അപ്പോൾ എ മൈനസ് ബി എന്തുവാ, ദിസ് വാല്യൂ മൈനസ് ദിസ് വാല്യൂ. ഇങ്ങനെ എടുക്കുമ്പോൾ 6 6 വെട്ടിപ്പോയി ഇങ്ങനെ കിട്ടി. അപ്പോൾ എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് കിട്ടിയില്ലേ, അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ നോക്കിയേ, -56 കോൺഗ്രുവൻറ്റ് ടു -11 മോഡ് 9. അതിൻ്റെ അർത്ഥം എന്താ, -6ഉം -11ഉം 9ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡറാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി 49 എന്ന് പറയുന്നത് 9ൻ്റെ ടേബിൾ നോക്കി, 5 × 4 5 × 9 45 പ്ലസ് 4 അല്ലേ. അതേപോലെ 31 എന്ന് വെച്ചാൽ 3 × 9 പ്ലസ് 4. അപ്പോൾ 49നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4, 31നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4.
അപ്പോൾ എനിക്ക് എന്നാ പറയാം 49 കോൺഗ്രുവൻറ്റ് ടു 31 mod 9 എന്ന് പറയാം. കാരണം രണ്ടിനും സെയിം റിമൈൻഡർ ആയതുകൊണ്ട്. നെക്സ്റ്റ് തിയറം, let n greater than 1 be fixed and a, b, c, d are arbitrary integers. The following properties hold. a congruent to a mod n ആയിരിക്കും എപ്പോഴും. ഇനി a congruent b mod n and b congruent c mod n ആണെങ്കിൽ a congruent c mod n ആയിരിക്കും. അതായത് ഇതിനെ നമുക്ക് റിഫ്ലക്സീവ് എന്ന് പറയാം. എയും ബിയും ബിയും സി ആണെങ്കിൽ എ സി. അപ്പോൾ ട്രാൻസിറ്റീവ് എന്ന് പറയാം. അടുത്ത എന്താ, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ ബി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എൻ ആയിരിക്കും. സിമെട്രിക്കും പറയാം. ഇനി അടുത്ത നോക്കി, ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ, സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എൻ, ദെൻ എ പ്ലസ് സി കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡ് എൻ. ഓൾസോ എ സി കോൺഗ്രുവൻറ്റ് ടു ബി ഡി മോഡ് എൻ. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ, ദെൻ a plus c congruent to b plus c model and ac congruent to bc model. അടുത്ത നോക്കി, if a congruent to b model, then a raised to k congruent to b raised to k model for all k element of z plus എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻറ്റിജർ ആയ k. അപ്പോൾ എങ്ങനെ അപ്രൂവ് ചെയ്യുന്ന നോക്കി, ഫോർ എനി ഇൻറ്റിജർ എ മൈനസ് എ എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ എ മൈനസ് എ എന്തോ 0 ഇൻറ്റു എൻ അല്ലേ. അപ്പോൾ എ മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് പറയാമല്ലോ. അതുകൊണ്ട് എ കോൺഗ്രുവൻറ്റ് ടു എ മോഡൽ. നെക്സ്റ്റ്, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്നും ബി കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എന്നും ആണെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എൻ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ പറയാം, എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. ഇതിൽ നിന്ന് എന്താ പറയാം, ബി മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. ഇവിടെ ബി ആണ്. അപ്പോൾ എന്താ, എ മൈനസ് ബി ഈസിക്കൽ ടു K1 n എന്നും അതേപോലെ തന്നെ ബി മൈനസ് സി ഈസിക്കൽ ടു K1 എന്നും ഇവിടെ K2 എന്നും. വേർ K1 K2 ആർ ഇൻറ്റിജേഴ്സ്. ഇനി നമുക്ക് എ മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്നാണ് വേണ്ടത്. എ മൈനസ് സി എന്നാ പറയാം, എ മൈനസ് ബി പ്ലസ് ബി, ഒരു മൈനസ് ബി പ്ലസ് ബി ചെയ്തു, എന്നിട്ട് എ മൈനസ് ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് എൻ കോമൺ എടുത്താൽ എനിക്ക് തന്നെ കിട്ടി എ മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. അതുകൊണ്ട് എ കോൺഗ്രുവൻറ്റ് ടു സി മോഡൽ. പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡൽ ആണെങ്കിൽ ബി കോൺഗ്രുവൻറ്റ് ടു ബി എ മോഡൽ എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ പറയുക, എ മൈനസ് ബി ഈസ് മൾട്ടിപ്പിൾ ഓഫ് എൻ, അതായത് എ മൈനസ് ബി ഈസിക്കൽ കെ എൻ. അപ്പോൾ തിരിച്ചെഴുതുന്നത് ബി മൈനസ് എ ഈസ് മൈനസ് കെ ഇൻറ്റു എൻ, അതായത് എൻ ഡിവൈഡ് ബി മൈനസ് എ, അതായത് ബി കോൺഗ്രുവൻറ്റ് ടു എ മോഡൽ. അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി എന്താ, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡൽ, എ കോൺഗ്രുവൻറ്റ് ടു സി മോഡൽ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് സി കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡൽ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ പറയുക, എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ, അതായത് എ മൈനസ് ബി ഈസിക്കൽ K1 n. ഇതിൽ നിന്ന് എന്താ പറയുക, എ മൈനസ് സി ഈക്വൽ ടു K2 n. ഇനി ഇത് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി എന്നാ പറയാം, ഇതിൽ നിന്ന് എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി എന്ന് എഴുതാമല്ലോ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. എ മൈനസ് ബി എന്തുവാ, K1 n, ഇത് K2 n. അപ്പോൾ ഇങ്ങനെ പറയാം. അപ്പോൾ എന്നാ പറയാം, എ പ്ലസ് സി കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡ് എൻ എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ കാര്യം നോക്കി, എയുടെയും സിയുടെയും വാല്യൂ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എ ഇതാണ്, സി ഇതാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തപ്പം ബി ഡി പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് കിട്ടി. അപ്പോൾ എന്തുവാ, എ സി കോൺഗ്രുവൻറ്റ് ടു ബി ഡി മോഡ് എൻ എന്ന് കിട്ടി. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്നും സി കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എന്നുമാണെന്ന് നമുക്കറിയാം എപ്പോഴും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്തോ എ പ്ലസ് സി കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് സി മോഡ്. അതാണ് അഞ്ചാമത്തെ പ്രോപ്പർട്ടി കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ പറയാം, വൈ കമ്പൈനിങ് പ്രോപ്പർട്ടി 1 ആൻഡ് പ്രോപ്പർട്ടി 4 വി ക്യാൻ റൈറ്റ് ദിസ്. ഇനി ആറാമത്തെ പ്രോപ്പർട്ടി കെയുടെ ഇല്ലേ. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ചെയ്യാം. കെ ഈക്വൽ ടു 1 ഓൾറെഡി ട്രൂ ആണ്. കെ ഈക്വൽ ടു എമ്മിന് അസ്യൂം ചെയ്യുന്നു, കെ ഈക്വൽ ടു എം പ്ലസ് 1 പ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ എഴുതി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി നേരത്തെ എഴുതിയ പ്രോപ്പർട്ടി വെച്ച് എ റൈസ് ടു എം പ്ലസ് എൻ കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു എം പ്ലസ് എൻ മോഡ്. അപ്പം എല്ലാ ഇൻറ്റിജേഴ്സിനും ട്രൂ ആണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് 41 ഡിവൈഡ്സ് 2 റൈസ് ടു 20 മൈനസ് 1. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ 2 റൈസ് ടു 20 മൈനസ് 1 ഈസിക്കൽ ടു 41 ഇൻറ്റു സംതിങ് ആണ് നമുക്ക് കാണിക്കണം. അപ്പോൾ 41ൻ്റെ അടുത്ത് കിടക്കുന്ന 2ൻ്റെ പവർ ഏതായിരിക്കും,
32 ആയിരിക്കുമല്ലോ. 32 കഴിഞ്ഞിട്ട് 64. അപ്പോൾ 32 വെച്ച് 2⁵5 32 അല്ലേ. 2⁵5 എന്നാ കോൺഗ്രുവൻറ്റ് ടു -9 മോഡ് 41 എന്ന് പറയാം. ഇനി രണ്ടെടുത്ത് നമ്മുടെ പ്രോപ്പർട്ടി 6 അനുസരിച്ച് പവർ എടുക്കാമല്ലോ. ⁻⁴ എടുത്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാം 2⁻20 കോൺഗ്രുവൻറ്റ് ടു -9⁻⁴, അതായത് 81 × 81 ഇങ്ങനെ എഴുതി. ഇനി എനിക്കറിയാം 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 81 കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് n. ഇവിടെ എല്ലാം 3 വരെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പറയാം. അപ്പോൾ 81 × 81 എന്തുവാ -1 × -1 മോഡ് 4, അതായത് ഇങ്ങനെ പറയാം. അപ്പം എന്താ പറയാം 2⁻20 കോൺഗ്രുവൻറ്റ് ടു ഇതിൻ്റെ സ്ഥാനത്ത് 1 എന്ന് പറയാമല്ലോ, 1 മോഡ് n എന്ന് പറയാം. അപ്പം 2⁻20 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 41 എന്ന് പറയാം. അപ്പോൾ എന്താ പറയാം 2⁻20 -1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 41, അതായത് 41 ഡിവൈഡ് 2⁻20 -1. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ഡിവൈഡിങ് ദ സം 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ ബൈ 12. അപ്പോൾ എനിക്കറിയാം 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 24 ആണ്. അതെന്ന് പറയുന്നത് 2 × 12 ആണ്. അപ്പം 12 കൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അപ്പോൾ എനിക്കറിയാം 4 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 12 എന്ന് പറയാം. ഇനി 5 ഫാക്ടോറിയൽ എന്തുവാ 4 ഫാക്ടോറിയൽ × 5, അതെന്ന് വെച്ചാൽ എന്തോ അതും 0 മോഡ് 12. അപ്പോൾ എനിക്ക് പറയാം k > 4 ആണെങ്കിൽ k ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 4 ഫാക്ടോറിയൽ × ഇങ്ങനെ പറയാം. അതെപ്പോഴും 0 മോഡ് 12 ആയിരിക്കും. അപ്പം 1 ഫാക്ടോറിയൽ തൊട്ട് 100 ഫാക്ടോറിയൽ വരെ ഉള്ളത് എന്തോ പറയാം 1 തൊട്ട് 3 ഫാക്ടോറിയൽ വരെ എഴുതാം. ബാക്കിയുള്ളത് എല്ലാം എന്തോ പറയാം 0 എന്ന് പറയാമല്ലോ മോഡ് 12. കാരണം 4 തൊട്ട് അങ്ങോട്ടല്ലേ എന്തോ 0 മോഡ് 12. അപ്പോൾ ഇതെന്താ 1, ഇത് 2, ഇത് 6. അപ്പോൾ 1 + 2 + 6 എന്തോ 9. അപ്പോൾ 9 മോഡ് 12 എന്ന് പറയാം. അപ്പോൾ റിമൈൻഡർ എന്താ 9. ഇനി പ്രോപ്പർട്ടി 5ൻ്റെ കോൺവേഴ്സ് ശരിയാകണമെന്നില്ല. കോൺവേഴ്സ് ഓഫ് പ്രോപ്പർട്ടി 5 നീഡ് നോട്ട് ബി ട്രൂ. അതായത് എന്തോ പറഞ്ഞേ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് n ആണെങ്കിൽ എ സി കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് n എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കോൺവേഴ്സ് എന്തുവാ എ സി കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് n ആണെന്ന് കരുതി എ കോൺഗ്രുവൻറ്റ് ബി മോഡ് n ആകണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം 2 × 4 കോൺഗ്രുവൻറ്റ് ടു 2 × 1 മോഡ് 6 ആണ്. പക്ഷേ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തോ 4 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 6 അല്ല. കാരണം ഇതെന്തോ 8, ഇത് 2. അപ്പോൾ 8 - 2 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലേ. അപ്പോൾ ഇത് ശരിയാണ്. പക്ഷേ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പം പ്രോപ്പർട്ടി 5ൻ്റെ കോൺവേഴ്സ് ശരിയാകണമെന്ന് നിർബന്ധം ഇല്ല. നെക്സ്റ്റ് തിയറം, ഇഫ് സി എ കോൺഗ്രുവൻറ്റ് ടു സി ബി മോഡ് n ദെൻ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് n/d. അപ്പോൾ ഈ ഇതെന്താ ഇങ്ങനെ ആവത്തില്ല, പക്ഷേ ഇങ്ങനെ ആകും. അതായത് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് n ആവത്തില്ല, പക്ഷേ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് n/d ആവും. വേർ d ഇസ് എ GCD ഓഫ് സി ആൻഡ് n. അപ്പോൾ എനിക്കറിയാം സി എ കോൺഗ്രുവൻറ്റ് ടു സി ബി മോഡ് n ആണ്. ഓക്കെ, ഇപ്പോൾ സി എ - സി ബി എന്തുവാ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് n, kn എന്ന് പറയാം. സി × a - b എന്തുവാ kn എന്ന് പറയാം. ഇനി d GCD ഓഫ് സി ആൻഡ് n d ആണെങ്കിൽ എന്തോ പറയാം there exists a relatively prime number r and s satisfy c = dr എന്നും n = ds എന്നും പറയാം. അപ്പം ഇക്വേഷനകത്ത് സിയുടെ സ്ഥാനത്ത് dr എന്ന് ഇട്ട് കൊടുത്തു, അതേപോലെ എന്നിൻ്റെ സ്ഥാനത്ത് ds ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി, ഡിയും ഡിയും ക്യാൻസലായി. അപ്പോൾ r × a - b = ks. അപ്പോൾ എന്താ പറയാം s ഡിവൈഡ് r × a - b എന്ന് പറയാം. ഇനി GCD ഓഫ് s ആൻഡ് r 1 ആയിരിക്കും. കാരണം എന്തോ കാരണം സിയുടെ എൻ്റെ GCD d ആണ്. അപ്പോൾ ആറിൻ്റെ എസിൻ്റെ ഇങ്ങനെ എഴുതുമ്പം d എന്ന് പറയുന്നത് വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്തുവാ r d റിലേറ്റീവ്ലി പ്രൈം അല്ലേ. അപ്പോൾ GCD 1 ആണ്. GCD ഓഫ് s ഉം r ഉം 1 ആയതുകൊണ്ട് s ഡിവൈഡ് a - b. അപ്പോൾ എന്താ a - b ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് s, അതായത് a കോൺഗ്രുവൻറ്റ് ടു b മോഡ് s. s എന്താവും n = ds. അപ്പോൾ s എന്തോ n/d. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാം. കൊറോളറി, ഇഫ് സി എ കോൺഗ്രുവൻറ്റ് ടു സി ബി മോഡ് n ആൻഡ് GCD ഓഫ് സി ഡി = 1 ദെൻ എ കോൺഗ്രുവൻറ്റ് ബി മോഡ് n. അതേപോലെ തന്നെ ഇഫ് സി എ കോൺഗ്രുവൻറ്റ് ടു സി ബി മോഡ് p ആൻഡ് p ഡസ് നോട്ട് ഡിവൈഡ് c
where p is a prime number then a congruent to b mod n അതിൻ്റെ കൊറോളറി അതായത് d ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ n ബൈ ഡി n അപ്പോൾ ഇങ്ങനെ പറയാം. ഇനി പ്രൈം നമ്പർ ആകുമ്പോൾ എന്തോ ജി സി ഡി 1 അതായത് d 1 ആ പ്രോപ്പർട്ടി വെച്ച് ഇത് പറയാം. അതാ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇനി ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ആൻഡ് സ്യൂഡോ പ്രൈം അടുത്ത സെക്ഷനാണ്. അപ്പോൾ ഫെർമാറ്റ്സ് തിയറം എന്താണ്? സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ഫെർമാറ്റ്സ് തിയറം എന്ന് ചോദിക്കാം. Let p be a prime and suppose p does not divide a, then a raised to p minus 1 congruent to 1 mod p. പഠിച്ചോണം. ഫെർമാറ്റ്സ് തിയറം എന്താണ് പറയുന്നത്? Let p be a prime and suppose p does not divide a, then a raised to p minus 1 congruent to 1 mod p. Proof. Since a is prime to p, എയും പിയും പ്രൈം എന്ന് വെച്ചാൽ ജി സി ഡി 1 ആണെങ്കിൽ എ കോമ 2a കോമ 3a കോമ എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എ എന്ന് പറയുന്നത് ലീവ് ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് വെൻ ഡിവൈഡ് ബൈ പി. ഓക്കെ, ലെറ്റ് ദ റിമൈൻഡേഴ്സ് ബി 1 2 3 എക്സെട്ര പി മൈനസ് 1 ഇൻ സം ഓർഡർ, ഏതെങ്കിലും ഓർഡറിലായിരിക്കും. ലെറ്റ് R1 R2 എക്സെട്ര ആർ പി മൈനസ് 1 വി ദ റെസ്പെക്റ്റീവ് റിമൈൻഡേഴ്സ് വെൻ എ 2a 3a എക്സെട്ര പി മൈനസ് 1 എ ആർ ഡിവൈഡ് ബൈ പി. അപ്പോൾ എ പിയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ R1, 2a ചെയ്യുമ്പോൾ R2, അങ്ങനെ പി മൈനസ് അങ്ങനെ എഴുതി. ഇനി എ ഇൻറ്റു 2a ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇത് ചെയ്യുമ്പോൾ എന്തുവാ R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര ഇങ്ങനെ പറയാം. ഇനി ഇവിടെ എല്ലായിടത്തും എ ഉണ്ടല്ലോ, അപ്പം 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു ബാക്കി എത്ര ഉണ്ട് എ റൈസ് ടു പി മൈനസ് 1 ഈസിക്കൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇത്. അപ്പോൾ രണ്ട് സൈഡ് ഇവിടെ എന്തോ പി മൈനസ് 1 ഫാക്ടോറി, ഇവിടെയും പി മൈനസ് 1 ഫാക്ടോറി. അപ്പം ഇങ്ങനെ പറയാമല്ലോ. ഇനി ജി സി ഡി ഓഫ് പി മൈനസ് 1 ഫാക്ടോറിയലും പിയും ജി സി ഡി 1 ആണ്, അതുകൊണ്ട് അത് ക്യാൻസൽ, പി മൈനസ് 1 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് എനിക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതിൻ്റെ കൊറോളറിയാണ് ഇഫ് പി ഈസ് എ പ്രൈം എ റൈസ് ടു പി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ഫോർ എനി ഇൻറ്റിജർ. അപ്പം എനിക്ക് നോക്കി രണ്ട് കേസായിട്ട് ചെയ്യുക. വെൻ പി ഡിവൈഡ് എ, അപ്പോൾ എനിക്ക് എന്നാ പറയാം, റിമൈൻഡർ 0 എന്ന് പറയുമല്ലോ. അപ്പോൾ എ കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി, അപ്പോൾ എ റൈസ് ടു പി കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. അപ്പോൾ എന്നാ പറയാം, എ റൈസ് ടു പി എയും രണ്ടും സെയിം റിമൈൻഡർ ആയതുകൊണ്ട് എ റൈസ് ടു പി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് പറയും. ഇനി പി ഡസ് നോട്ട് ഡിവൈഡ് എ ആണെങ്കിൽ ഫെർമാറ്റ്സ് തിയറം വെച്ചിട്ട് ഇങ്ങനെ പറയാം, രണ്ട് സൈഡിലും എ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വേരിഫൈ 5 റൈസ് ടു 38 കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 11. അപ്പോൾ ഇവിടെ പി 11 ആണ്, എ എന്താ 5 ആണ്, അത് രണ്ടും റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ എനിക്ക് ഫെർമാറ്റ്സ് തിയറം വെച്ച് തന്നെ പറയാം, എ റൈസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി. അപ്പോൾ 5 റൈസ് ടു 11 മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 11. അപ്പോൾ 5 റൈസ് ടു 10 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 11. അപ്പോൾ 5 റൈസ് ടു 38 എന്നാ പറയാം, 5 ഇൻറ്റു 30 പ്ലസ് 8, അതായത് 5 റൈസ് ടു 10 ഇൻറ്റു 3 പ്ലസ് 8. അപ്പോൾ ഇങ്ങനെ പറയാമല്ലോ, ഇതെന്താ കോൺഗ്രുവൻറ്റ് 1 അല്ലേ, അപ്പം 1 ക്യൂബ് ഇൻറ്റു 5 റൈസ് ടു 8. അപ്പോൾ എന്താ പറയുക, 5 റൈസ് ടു 8 മോഡ് 11 എന്ന് പറയാം. ഇനി 5 റൈസ് ടു 8 ചെയ്യാൻ പോകും. 5 റൈസ് ടു 8 കോൺഗ്രുവൻറ്റ് ടു, എനിക്കറിയാം 5 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 11 ആണ്. സോറി, 5 സ്ക്വയർ എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ്, കാരണം 5 സ്ക്വയർ 25 അല്ലേ. ഇപ്പോൾ 25 മൈനസ് 3 22 എന്ന് വെച്ചാൽ 11 ഇൻറ്റു 2. അപ്പം 5 സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 11. അപ്പോൾ 5 സ്ക്വയർ റൈസ് ടു 4 എന്ത് കോൺഗ്രുവൻറ്റ് ടു 3 റൈസ് ടു 4 മോഡ് 11. 5 റൈസ് ടു 8 കോൺഗ്രുവൻറ്റ് ടു 81 മോഡ് 11 ആണ്. അപ്പോൾ 81നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 77 പ്ലസ് 4, അപ്പോൾ റിമൈൻഡർ 4 ആണ്. അപ്പോൾ എന്നാ പറയാം, 5 റൈസ് ടു 38 കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 11 എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫൈ ദാറ്റ് 17 ഡിവൈഡ് 11 റൈസ് ടു 104 പ്ലസ് 1. അപ്പോൾ ഇവിടെ ഫെർമാറ്റ്സ് തിയറം വെച്ച് ചെയ്യാൻ വേണ്ടി എ എന്താ 11, പി എന്താ 17. ഫെർമാറ്റ്സ് തിയറം വെച്ചിട്ട് ഇങ്ങനെ പറയാം, അതായത് 11 റൈസ് ടു 16 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 17. അപ്പോൾ 104 കിട്ടാൻ വേണ്ടി 16 അല്ലേ, റൈസ് ടു 6 ചെയ്തു, അപ്പോൾ 1 റൈസ് ടു 6 1 ആണ്. അപ്പോൾ 11 റൈസ് ടു 96 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 17.
ഇനി 104 ആകാൻ വേണ്ടി 11 റൈസ് ടു 8 രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എനിക്കറിയാം 11 സ്ക്വയർ എന്ന് വെച്ചാൽ കോൺഗ്രുവൻറ്റ് 2 mod 17 ആണ്. അപ്പോൾ 8 ആകാൻ വേണ്ടി റൈസ് ടു 4 കൊടുത്തു. റൈസ് ടു 4 എന്ന് വെച്ചാൽ 16 ആണ്. 16 എന്ന് വെച്ചാൽ കോൺഗ്രുവൻറ്റ് -1 17 മോഡിലോ ചെയ്യുമ്പോൾ -1 കിട്ടുന്നത്. അപ്പോൾ എന്നാ പറയാം 11 റൈസ് ടു 8 കോൺഗ്രുവൻറ്റ് -1 മോഡ്. ഈ രണ്ട് ഇക്വേഷനൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്നാ പറയാം ഇങ്ങനെ പറയാം. അതായത് 11 റൈസ് ടു 104 പ്ലസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 17. അപ്പോൾ 17 ഡിവൈഡ് ഇങ്ങനെ പറയാം. ലെമ്മ. ഇഫ് P and Q are distinct primes with a raised to P congruent to a mod Q and a raised to Q congruent to a mod P. അതായത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ P ആണെങ്കിൽ ഇവിടെ Q, ഇവിടെ Q ആണെങ്കിൽ ഇവിടെ P. Then a raised to PQ congruent to a mod PQ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതൊക്കെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ. ഗിവൺ എ റൈസ് ടു ക്യൂ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ആയതുകൊണ്ട് നമ്മുടെ കൊറോളറി അനുസരിച്ച് ബൈ കൊറോളറി എ റൈസ് ടു പി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി യു ആണ്. ഇനി എയുടെ അവിടെ എ റൈസ് ടു ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടും, ഇങ്ങനെ കിട്ടും. അപ്പോൾ എ റൈസ് ടു പി ക്യൂ കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു ക്യൂ മോഡ് പി എന്ന് പറയാം. ഇക്വേഷൻ 2. അപ്പോൾ ഇക്വേഷൻ 1 ഉണ്ട്, ഇക്വേഷൻ 2 ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ 1 നിന്നും ഇക്വേഷൻ 2 നും എന്താ പറയുക, എ റൈസ് ടു പി ക്യൂ കോൺഗ്രുവൻറ്റ് ടു എ ക്യൂ ആണ്, എ ക്യൂ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ആണ്. രണ്ടിടത്ത് മോഡ് പി ആയതുകൊണ്ട് രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ എ റൈസ് ടു പി ക്യൂ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് പറയും. അതായത് എ റൈസ് ടു പി ക്യൂ മൈനസ് എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി, ദാറ്റ് ഈസ് പി ഡിവൈഡ് എ റൈസ് ടു പി ക്യൂ മൈനസ് എ. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ക്യൂവിൻ്റെ അവിടെ പി ഇട്ട് ചെയ്യുക, എന്നിട്ട് കൊറോളറി ഇങ്ങനെയാണ്. എയുടെ അവിടെ എ റൈസ് ടു പി ഇവിടെ ചെയ്ത് അതേ മെത്തേഡ് ചെയ്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ പി ഡിവൈഡ്സ് ഇത്, ക്യൂ ഡിവൈഡ്സ് ഇത്, രണ്ട് സെയിം ആയതുകൊണ്ട് പി ക്യൂ ഡിവൈഡ്സ് ഇത്. അപ്പോൾ എ റൈസ് ടു പി ക്യൂ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ക്യൂ എന്ന് പറയാം. ഇനി ഫെർമാസ് തിയറത്തിൻ്റെ കോൺവേഴ്സ് ഡസ് നോട്ട് ഹോൾഡ്. അതായത് ഇത് പ്രൈം ആണെങ്കിലാണ് പറയാൻ പറ്റുന്നത്. ഇനി ഇങ്ങനെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് കരുതി എൻ പ്രൈം ആകണമെന്നില്ല. ഓക്കെ, അതായത് ഇഫ് എ റൈസ് ടു n-1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് n ആണെന്ന് കരുതി എൻ പ്രൈം ആകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചോണേ. 2 റൈസ് ടു 340 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 341 ആണ്. പക്ഷേ 341 ഒരു പ്രൈം നമ്പർ അല്ല. അത് ചെയ്തേക്കും ഇവിടെ. കോൺഗ്രുവൻറ്റ് 1 മോഡ് ആണോ എന്ന്. അപ്പോൾ 2 റൈസ് ടു 5 എനിക്കറിയാം കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 31 ആണ്, കാരണം 32 ആണ്. ഇനി 2 റൈസ് ടു 11 എനിക്ക് എന്താ പറയുക, 2 റൈസ് ടു 5 ഇൻറ്റു 2 പ്ലസ് 1. അപ്പോൾ ഇങ്ങനെ പറയാം 2 റൈസ് ടു 11 കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 11 എന്ന് പറയാം. ഇനി 2 റൈസ് ടു 31 ചെയ്യുകയാണ്, ഇങ്ങനെ കിട്ടി. ഇനി 341 അല്ലേ വേണ്ടേ, 341 എന്താ പറയുക, ഇങ്ങനെ പറയാം. നമ്മുടെ നേരത്തെ ചെയ്ത് വെച്ച് അപ്പോൾ 2 റൈസ് ടു 341 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 340. 2ൻ്റെ 341ൻ്റെ GCD 1 ആയതുകൊണ്ട് രണ്ട് സൈഡിൽ ഒരു 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 റൈസ് ടു 340 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 341 ആണ്. അടുത്ത സ്യൂഡോ പ്രൈം എന്ന് വെച്ചാൽ എ കോമ്പോസിറ്റ് നമ്പർ n ഈസ് കോൾഡ് സ്യൂഡോ പ്രൈം വെൻ അവർ 2 റൈസ് ടു n കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് n. 2 റൈസ് ടു n കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് n ആണെങ്കിൽ എന്നിനെ സ്യൂഡോ പ്രൈം എന്ന് പറയും. അതൊരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. പ്രൈം നമ്പർ ആകണമെന്നില്ല, സ്യൂഡോ പ്രൈമാണ്. സ്യൂഡോ പ്രൈം എന്ന് വെച്ചാൽ 2 റൈസ് ടു n കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് n ആകുന്ന n. അപ്പോൾ സ്യൂഡോ പ്രൈമിൻ്റെ എക്സാമ്പിളാണ് 341, 561, 64, 1105. ഓർത്തോണം. അപ്പം 341 സ്യൂഡോ പ്രൈം ആണെന്ന് കാണിക്കാൻ അപ്പം ഇങ്ങനെ കാണിച്ചാൽ മതി. നമ്മൾ ഇവിടെ ചെയ്തില്ലയോ, 2 റൈസ് ടു 341 കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 341 ആണ്. അപ്പോൾ 341 സ്യൂഡോ പ്രൈമിൻ്റെ ഫോമിലായി. A composite number n for which a raised to n congruent to a mod n is called a pseudo prime to the base a. 91 is the smallest pseudo prime to the base 3. അതായത് 3 raised to 91 congruent to 3 mod 91 ആണ്. 3 ബേസ് വരുന്ന സ്മോളസ്റ്റ് സ്യൂഡോ പ്രൈം 91 ആണ്. ഇനി 2 raised to 17 is the smallest pseudo prime to the base
5 a raised to n. If a raised to n congruent to a mod n, then n is called absolute pseudo prime or Carmichael number. 561 is the least absolute pseudo prime. The least Carmichael number is 561. Show that 561 is absolute pseudo prime. 561 11 into 3 into 70 എന്ന് പറയാം. അപ്പം GCD of A and 561 1, then GCD of A and 3 1. ഫെർമാസ് തിയറം വെച്ചിട്ട് ഈ 3 കണ്ടീഷൻ വെച്ച് ഇങ്ങനെ പറയാം. എന്നിട്ട് അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് എ റൈസ് ടു 561ൻ്റെ കാര്യം. അപ്പോൾ എ റൈസ് ടു 516 2 into 280 എന്ന് എഴുതാം. അപ്പോൾ എ സ്ക്വയർ റൈസ് ടു 280 എന്ന് എഴുതാം. എ സ്ക്വയർ എന്തുവാ കോൺഗ്രന്റ് 1 mod 3 ആണ്. അപ്പോൾ 1 mod 3 എന്ന് പറയാം. ഇനി ഇതെന്താ പറയാം എ റൈസ് ടു 10 കോൺഗ്രന്റ് 1 mod 11 ആണ്. അപ്പോൾ 10 into 56 എന്ന് പറയാം. അപ്പോൾ ഇവിടെ 1 mod 11 17 ചെയ്യുമ്പോൾ 1 mod. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ 1 ആണ്. അപ്പം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 mod 561 എന്ന് പറയാം. അപ്പോൾ എ റൈസ് ടു 561 കോൺഗ്രന്റ് ടു എ mod 561. അങ്ങനെ 561 അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം എന്ന് പറയാം. ഏതൊരു എ എടുത്താലും അതാ പറയുന്നത്, ഏതൊരു എ എടുത്താലും ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്തോ ഒരു പർട്ടിക്കുലർ 2 ആകുമ്പോൾ ശരിയാവും, 3 ആകുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. ഏതൊരു എ എടുത്താലും ശരിയാകുമ്പോഴാണ് അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം എന്ന് വെച്ചാൽ. If n is an odd pseudo prime, then 2 raised to n minus 1 is a larger one. അതിനെ mn എന്ന് വിളിച്ചു. പ്രൂഫ് n is an odd pseudo prime means n is a composite number. n is equal to r into s. r s എന്തുവാ 1നും n-നും ഇടയ്ക്കുള്ള നമ്പേഴ്സ്. r ഡിവൈഡ് n അതിൽ നിന്ന് എന്താ പറയുക 2 raised to r minus 1 divides 2 raised to n minus 1 എന്ന് പറയാം. ഒരു റിസൾട്ട് ഉണ്ട്. ഇതെന്താ mn അല്ലേ. 2r minus 1 ഡിവൈഡ് mn, അതായത് mn ഒരു കോമ്പോസിറ്റ് നമ്പർ. ഇനി n ഒരു സ്യൂഡോ പ്രൈം ആയതുകൊണ്ട് എന്താ പറയാം 2 raised to n കോൺഗ്രന്റ് ടു 2 mod n. അപ്പോൾ എന്താ പറയുക 2 raised to n minus 2 is a multiple of n equal to kn. 2 raised to mn minus 1 നമ്മുടെ mn അതിനെന്താ പറയുക 2 raised to 2n minus 1 minus 1 എന്ന് പറയാം. അപ്പം ഇങ്ങനെ പറയാം 2 raised to mn minus 1 minus 1നെ എന്താ പറയുക 2 raised to kn minus 1 എന്ന് പറയാം. അപ്പം ഇതെന്തുവാ 2 raised to n the whole raised to k minus a raised to m minus b raised to m a minus b into ഇതില്ലേ ഈ ഇക്വേഷൻ, ആ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നു. ഇങ്ങനെ എഴുതുന്നു. ഇതിൻ്റെ സ്ഥാനത്ത് ഇതിട്ട് കൊടുക്കുന്നു മൾട്ടിപ്ലൈ ബൈ 2 ഇങ്ങനെ എഴുതുന്നു. അപ്പം 2 raised to mn കോൺഗ്രന്റ് ടു 2 mod mn. അപ്പോൾ mn ഒരു സ്യൂഡോ പ്രൈം ആണ് കിട്ടി. mn എന്ത് വരുന്നു mn ആയിരുന്നു നമ്മുടെ 2 raised to n minus 1. അപ്പോൾ 2 raised to n minus 1 n ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണെങ്കിൽ 2 raised to n minus 1 ഒരു സ്യൂഡോ പ്രൈം ആയിരിക്കും. ആൻ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ഈസ് സ്ക്വയർ ഫ്രീ എന്ന് വെച്ചാൽ സ്ക്വയർ ആവത്തില്ല, ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആവത്തില്ല. ഇപ്പോൾ 2 സ്ക്വയർ എന്നോ 6 സ്ക്വയർ എന്നോ അങ്ങനെയൊന്നും എഴുതാൻ പറ്റത്തില്ല അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈമിന്. പ്രൂഫ് സപ്പോസ് n ഈസ് ആൻ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം. അപ്പോൾ എന്നാ പറയാം എ റൈസ് ടു n കോൺഗ്രന്റ് ടു എ mod n ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് z എന്ന് പറയാം. ടു ഷോ ദാറ്റ് n ഈസ് സ്ക്വയർ ഫ്രീ ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് കെ സ്ക്വയർ ഡിവൈഡ് ചെയ്യുന്ന കാണിച്ചാൽ മതി. ഫോർ സം കെ ലീഡ്സ് ടു കോൺട്രഡിക്ഷൻ. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ കോൺട്രഡിക്ഷൻ, സ്ക്വയർ വരല്ലെന്നാണ് പറഞ്ഞത്, സ്ക്വയർ വരുവാണെങ്കിൽ കോൺട്രഡിക്ഷൻ എത്തും. അപ്പം നോക്കാം ഇഫ് കെ സ്ക്വയർ ഡിവൈഡ് ഫോർ സം കെ ഗ്രേറ്റർ ദാൻ 1 ലെറ്റ് എ ഈക്വൽ ടു കെ. അപ്പോൾ എന്താ പറയാം കെ റൈസ് ടു n കോൺഗ്രന്റ് ടു കെ mod n. ഇനി കെ സ്ക്വയർ ഡിവൈഡ് n ആയതുകൊണ്ട് കെ റൈസ് ടു n-നെ എന്താ പറയുക കെ റൈസ് ടു n കോൺഗ്രന്റ് ടു കെ mod കെ സ്ക്വയർ എന്ന് പറയാം. ശരിയാണല്ലോ, n-ൻ്റെ അവിടെ കെ സ്ക്വയർ കൊടുത്തു. അപ്പം ഇവിടെ എന്ത് പറഞ്ഞേ കെ കോൺഗ്രന്റ് ടു കെ എൻ, അതെന്തുവാ
കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് കെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ കെ കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് കെ സ്ക്വയർ, അതായത് കെ സ്ക്വയർ ഡിവൈഡ് കെ, അതൊരിക്കലും ശരിയാവത്തില്ല. അങ്ങനെ അത് കോൺട്രഡിക്ഷൻ എത്തുന്നു. ലെറ്റ് n be a composite square free integer n equal to p1 into p2 into etc. pr. pi distinct പറയാം. അപ്പോൾ pi minus 1 divide n minus 1 for I equal to 1 2 3 etc. Then n is an absolute pseudo prime. Let a be an integer satisfying gcd of a n is equal to 1. Therefore gcd of a pi equal to 1 for each I. അപ്പോൾ Fermat's theorem വെച്ച് എന്താ പറയാം, a raised to pi minus 1 congruent to 1 mod pi. അപ്പോൾ സിൻസ് പി ഐ മൈനസ് 1 ഡിവൈഡ്സ് എൻ മൈനസ് 1, അപ്പോൾ ഇതെന്താ പറയുക, എ റൈസ് ടു എൻ മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ. അപ്പോൾ എ റൈസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ഐ. അതായത് പി ഐ ഡിവൈഡ്സ് എ എൻ റൈസ് ടു എൻ മൈനസ് എ ഫോർ ഈച്ച് ഐ. അപ്പോൾ എന്താ അതിൻ്റെ പ്രോഡക്റ്റ് പി വൺ പി ടു എക്സെട്ര പി ആർ ഡിവൈഡ്സ് എ എൻ മൈനസ് 1. ഇതെന്താ എൻ, അപ്പോൾ എൻ ഡിവൈഡ് ചെയ്ത, അപ്പം ഇങ്ങനെ പറയാം. അങ്ങനെ n അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആണെന്ന് പറയാം.